ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. നമ്മളൊക്കെ യാത്ര പോകുന്നവരാണ്. ഏതൊരു യാത്രയിലും നാം ആദ്യം തന്നെ എടുത്തു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ബാഗ്, ഇവിടെ സഞ്ചി എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ, പണം മുതലായവയൊക്കെ നമ്മളിങ്ങനെ എടുത്തു വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്നാൽ ഇന്നത്തെ വചനത്തിൽ ക്രിസ്തു പറയുന്ന കാര്യം എന്താ? നീ യാത്ര പുറപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ നിനക്ക് അത്യാവശ്യമെന്ന് നീ കരുതുന്നത് പോലും നീ എടുക്കേണ്ടതില്ല. കാരണം എന്താ? നിനക്ക് വേണ്ടി അവയൊക്കെ നൽകാൻ നിൻ്റെ ദൈവമായ കർത്താവുണ്ട് എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായിട്ടും നമ്മുടെ യാത്രകളിൽ നമുക്കിത് വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ളതൊക്കെ തരാൻ ചോദിക്കുന്നതിന് മുമ്പേ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവൻ നമ്മോട് പറയുന്നത് 3 കാര്യം, കുറേ കാര്യങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, മറ്റൊരവസരത്തിലാകാം. എന്നാൽ എടുക്കണം എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഇന്നത്തെ ഈ വചനത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം വടിയെടുക്കാം. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം ചെരുപ്പ് നമുക്ക് ധരിക്കാം. മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം, അത് പറയാതെ പറയുന്നുണ്ട് വചനത്തിൻ്റെ അവസാനം, രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അപ്പോൾ എടുത്ത കാര്യം എന്താ? തൈലം അവരെടുത്തു. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തു ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നവർ സ്വീകരിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുക. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വടി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് നാം കടന്നു ചെല്ലണം. യഹോവയായ ദൈവം കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ത്? വടി. മോശയെ വലിയൊരു ദൗത്യം ദൈവം ഭരമേൽപ്പിക്കുന്നുണ്ട്. എന്താ ഭരമേൽപ്പിച്ച ദൗത്യം? നീ ഈജിപ്തിലേക്ക് പോകുക, എന്നിട്ട് എൻ്റെ ജനത്തെ അവിടെ നിന്നും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുക. ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഫറവോയുടെ രാജ്യമാണ്. അവിടെ നിന്ന് ഒളിച്ചോടി താൻ പോന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെന്നാൽ തന്നെ വെച്ചേക്കില്ല, അതുറപ്പാണ്. മോശയ്ക്കറിയാം. അവിടേക്ക് തിരിച്ചു പോകാനാ ദൈവം ആവശ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫറവോയോട് സംസാരിക്കാനായിട്ട് വിക്കുള്ള മോശയ്ക്ക് അതെങ്ങനെ സാധിക്കും? മോശ തൻ്റെ ബലഹീനത വിളിച്ചു പറയുന്നുണ്ട്. ദൈവമേ, ഞാനൊരു വിക്കനാണ്, ഫറവോയുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അപ്പം ദൈവം പറയുന്നുണ്ട്, ആ കിടക്കണ വടി നീ കയ്യിലെടുക്ക്. ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത മോശ പിന്നെ ധീരതയോടുകൂടെയാണ് ഫറവോയുടെ ഈജിപ്തിലേക്ക് പോകുന്നത്. ആ വടിയിലൂടെ ദൈവം മോശയ്ക്ക് നൽകിയ കരുത്ത് എത്ര വലുതാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ആ മന്ത്രവാദികൾ സർപ്പത്തെ ഉണ്ടാക്കി മോശയെ പേടിപ്പെടുത്തുമ്പോൾ ദൈവം പറയുന്നു, നീ ആ വടിയെടുത്ത് താഴേക്കിട്. വടി താഴേക്കിട്ട് ക്ഷണത്തിൽ അതൊരു വലിയ സർപ്പമായി മാറി ഫറവോയുടെ മന്ത്രവാദികൾ അയച്ച എല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞു, തിന്നുകളഞ്ഞു. ഈ വടിയുടെ അർത്ഥം എന്താണ്? നിന്റെ നേരെ വരുന്ന ഏതൊരു സർപ്പത്തെയും നിന്നെ പരിക്കേൽപ്പിക്കാൻ, അപകടത്തിലാക്കാൻ, ദംശിക്കാൻ വരുന്ന ഏതൊരുത്തനെയും വിഴുങ്ങിക്കളയാൻ തക്ക രീതിയിൽ നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റുന്നതാണ് ഈ വടി
എന്ന് വെച്ചാൽ ഈ വടി എന്തിൻ്റെ പ്രതീകമാണ്? ത്രിയേക ദൈവത്തിലെ ഒന്നാമത്തെ ആളായ ദൈവത്തിൻ്റെ അടയാളമാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ത്? ഈ വടി. അപ്പോൾ വടിയെടുക്കാൻ പറയുമ്പോൾ അത് തല്ലാനും കൊല്ലാനും മാത്രമല്ല, കരുത്തിൻ്റെ പ്രതീകമാണ്, അധികാരത്തിൻ്റെ പ്രതീകമാണ്. അധികാരം എന്താ? എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അത്. ഈ വടി കൊണ്ട് മോശ ചെങ്കടലിലേക്ക് അടിക്കുമ്പോൾ കടൽ രണ്ടായിട്ടിങ്ങനെ വകഞ്ഞു മാറുന്നുണ്ട്. കാല് നനയാതെ ഇസ്രായേൽ മക്കൾ മറുകര താണ്ടിയത് ഈ വടിയുടെ കരുത്തുകൊണ്ട്. തിരിച്ച് വീണ്ടും ഈ കടലിലേക്ക് അടിക്കുമ്പോൾ തങ്ങളുടെ പിറകെ വരുന്ന ഈജിപ്ത് സൈന്യത്തെ മുഴുവനും കടലിൽ ഇങ്ങനെ വിഴുങ്ങിക്കളയുന്നത് ഈ വടിയുടെ ശക്തി കൊണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് ദാഹിച്ചു വലഞ്ഞപ്പോൾ മോശ ഈ വടിയെടുത്ത പാറയിലേക്ക് ആഞ്ഞടിക്കുന്നതും പാറയിൽ നിന്ന് ശുദ്ധജലത്തിൻ്റെ ഉറവ നിർഗളിക്കുന്നതും ഇസ്രായേൽ ജനം മുഴുവനും മരുഭൂമി യാത്രയിൽ അവർക്കാവശ്യമുള്ള ജലം പാനം ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വടിയെടുക്കാൻ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമതായിട്ട് എടുക്കാൻ പറയുന്ന കാര്യം, ചെരുപ്പ് നിനക്ക് ധരിക്കാം. അതോടൊപ്പം തന്നെ 2 വസ്ത്രമല്ല, 1 വസ്ത്രം നിനക്ക് ധരിക്കാം. പഴയത് മാറ്റി പുതിയ വസ്ത്രം ധരിക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ 2 കാര്യങ്ങളാണ് പിന്നെ എടുക്കാൻ പറയുന്നത്. ഇതെന്തിൻ്റെ പ്രതീകമാണ്? ദൈവപുത്രനാണ് നീ എന്നതിൻ്റെ അടയാളമാണ് എന്ത്? നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ വസ്ത്രവും ഈ ചെരുപ്പും എന്നറിയുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ. സ്നേഹത്തിൻ്റെ ഭവനം വിട്ടിറങ്ങിപ്പോയി മകൻ അവസാനം ചെന്നെത്തിയത് എവിടെയാ? പന്നികളുടെ കൂട്ടത്തിലാണ്. അവിടെ വെച്ച് അവന് തിരിച്ചറിവിൻ്റെ പ്രകാശം ലഭിച്ചു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ സുഭിക്ഷരായിട്ട് കഴിയുന്നു. ഞാൻ ഇവിടെ പന്നികളോട് മത്സരിക്കുക, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി, തവിട് കഴിക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ കഷ്ടപ്പെടുക. സുബോധം ലഭിച്ച മകൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ കാണുന്ന അപ്പൻ എന്താ ചെയ്യുന്നേ? ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രം അവനെ ധരിപ്പിച്ചു. അവൻ്റെ കാലുകളിൽ പുതിയ പാദരക്ഷ, ചെരുപ്പ് ധരിപ്പിച്ചു. എന്നിട്ട് പറയണെന്താ? എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പുത്രൻ്റെ അവകാശത്തിൻ്റെ അടയാളമാണ്. അപ്പൊ പുത്രനായ ക്രിസ്തു നിന്റെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഈ പാദരക്ഷയും വസ്ത്രവും എന്ന് തിരിച്ചറിയാം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രതീകമായ വടിയും പുത്രനായ ദൈവത്തിൻ്റെ പ്രതീകമായ വസ്ത്രവും ചെരുപ്പും. പിന്നെ അടുത്തതായിട്ട് നാം കാണുന്നത് എന്താ? തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തി. തൈലം എന്തിൻ്റെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് തൈലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൈലം ആശീർവദിക്കുന്ന സമയത്ത് അതിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന ശക്തിയെ നൽകിക്കൊണ്ട് അത് വിശുദ്ധ തൈലമാക്കി മാറ്റുന്നത്. അപ്പോൾ തൈലം തൊട്ട് സുഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തു ശിഷ്യൻ അപ്പോസ്തലനാകണമെങ്കിൽ അവൻ എന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, തൈലാഭിഷേകം ആവശ്യം. ആ തൈലത്തിൻ്റെ അഭിഷേകം കൊണ്ട് അവൻ മറ്റുള്ളവരെ ഒക്കെ സുഖപ്പെടുത്തുന്നേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പിതാവായ ദൈവത്തിൻ്റെ വടിയും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചമായിട്ടുള്ള വസ്ത്രവും ചെരുപ്പും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലവും നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കാവശ്യമായിട്ടുള്ളതൊക്കെ ആര് നിനക്ക് തരും? ത്രിയേക ദൈവം നിനക്ക് തന്നിരിക്കും. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ, നീ പണം എടുക്കേണ്ട, അതെടുക്കണ്ട, ഇതെടുക്കണ്ട എന്ന് പറയുമ്പോൾ എടുക്കേണ്ടതെടുക്കാൻ മറന്നുപോയാൽ
പിന്നെ ഒന്നും കിട്ടൂല. എടുക്കേണ്ടത് എന്താ? ത്രിയേക ദൈവത്തെ നീ നിന്റെ ജീവിത യാത്രയിൽ കൂടെ പിടിക്കണം. ചങ്ങാതിയെ കണക്ക് അവൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ അവൻ നിനക്ക് വേണ്ടി സാധിച്ചു തരും. വചനം പറയുന്നില്ലേ, വേലയെടുക്കുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിനക്കുള്ളത് നൽകാൻ നിന്റെ ദൈവമായ കർത്താവ് ശ്രദ്ധാലുവാണ് എന്നുള്ള കാര്യം അറിയുക. പക്ഷെ നീ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്പോൾ നിനക്കാവശ്യമുള്ളതെല്ലാം കിട്ടും. ഈ യാത്ര സുഖകരമാണെന്ന് കർത്താവ് പറയണില്ല. കാരണം തിരസ്കരണമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, അവഹേളനമുണ്ട് എന്നുള്ളതും കർത്താവ് ഈ വചനത്തിൽ നമ്മോട് പറയുന്നു. അപ്പോൾ എന്താ നീ ചെയ്യേണ്ടത്? നിന്റെ കാലിൽ പറ്റിയ പൊടി അവിടെ തട്ടിയിട്ട് കളഞ്ഞിട്ട് നീ അടുത്തിടത്തേക്ക് പോകുക. ഈ വചനം പറയുന്നത് എന്താ? ഈ പൊടി അവർക്ക് സാക്ഷ്യമാകാൻ വേണ്ടി മാത്രമല്ല, മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ ഇടങ്ങളിൽ ലഭിച്ച മുറിവുകളും നൊമ്പരങ്ങളും വേദനകളും നീ ചുമന്നുകൊണ്ട് അടുത്ത ഇടത്തേക്ക് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുക. ഒരിടത്ത് നിനക്ക് ലഭിച്ച കയ്പുകളും നൊമ്പരങ്ങളും വേദനകളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് വേണം നീ പുതിയ ഇടത്തേക്ക് പോകാനായിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നം എന്താ? പണ്ടെങ്ങാനും ലഭിച്ച മുറിവും വേദനയും അത് പഴുപ്പാക്കി വ്രണമാക്കി മാറ്റി ഇന്നും ചുമന്നുകൊണ്ട് നടക്കുക. അതുകൊണ്ട് നമുക്ക് എന്തിനോടും ഏതിനോടും കലിപ്പ. എത്ര നല്ല കാര്യമാണെങ്കിലും അതിൽ തിന്മ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ? ഹൃദയത്തിൽ നന്മയുടെ ഉറവ പണ്ടെങ്ങോ വറ്റിപ്പോയി. അതുകൊണ്ട് നന്മ കാണാനുള്ള തെളിച്ചം കണ്ണുകൾക്കില്ല, ഹൃദയത്തിനില്ലാത്ത അവസ്ഥയിലൂടെ പോവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം മുറിവേറ്റ മനസ്സുകളുമായി ജീവിക്കുന്നവർക്കുള്ള ഔഷധമാണ് തൈലം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം. അതുകൊണ്ട് എന്നെ ഒന്ന് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിലെ മുറിവുകൾ സൗഖ്യമായിട്ട് മാറും. പുത്രനായ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ കൂടെയുണ്ടതിൻ്റെ വടിയും നമ്മുടെ കരുത്തായിട്ട് മാറും. ഇപ്രകാരം ത്രിയേക ദൈവം നമ്മുടെ കൂട്ടായി മാറുമ്പോൾ നമുക്കാവശ്യമുള്ളതൊക്കെ സ്വർഗം നമുക്ക് തരിക തന്നെ ചെയ്യും.